ഇറാൻ യുദ്ധം ഏറിയും കുറഞ്ഞും മുന്നോട്ടു പോകുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടുവെങ്കിലും അത് നടപ്പായില്ല. 13 ദിവസം വീണ്ടും യുദ്ധം ചെയ്തു. ഇപ്പോൾ കുറച്ചു നാളായി ആക്രമണവും പ്രത്യാക്രമണവുമില്ല. എന്നാൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നുമുണ്ട്. അമേരിക്കയും യമനിലെ ഇറാൻ അനുകൂല ഹൂതികളും കഴിഞ്ഞ ദിവസം കപ്പൽ ഗതാഗതത്തിന് നേരെ വെവ്വേറെ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഹോർമൂസ് കടലിടുക്കിലേക്ക് നയിക്കുന്ന ഒമാൻ ഉൾക്കടലിലും ചെങ്കടലിന്റെ പ്രവേശന കവാടത്തിലുമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഹോർമൂസ് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്നും ധാരണ ഉടൻ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നതിന് ഇടയിലാണ് ഈ ആക്രമണങ്ങൾ. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള നാവിക ഉപരോധം ലംഘിച്ച് മുന്നേറിയ പാനമയുടെ പതാകയേന്തിയ കാർഗോ കപ്പലിന് നേരെ അമേരിക്കൻ സൈനിക വിഭാഗമാണ് മിസൈൽ ആക്രമണം നടത്തിയത്. അമേരിക്ക ആക്രമണ നിലപാട് മാറ്റാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ സമിതി മേധാവി മുഹസിൻ റിയാസി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലിന് നേരെ US വീണ്ടും ആക്രമണം നടത്തിയതോടെയാണ് റിസായിയുടെ പ്രതികരണം. ഇറാനെതിരായ നാവിക ഉപരോധം ലംഘിച്ച കപ്പലിനെയാണ് US ആക്രമിച്ചത് എന്ന് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടു. ചെങ്കടലിലെ ബാബൽ മന്ദേബ് കടലിടുക്കിൽ കാർഗോ കപ്പലിന് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 4 ജീവനക്കാർ കൊല്ലപ്പെട്ടതായി യമൻ ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നു. ഹൂതി വിരുദ്ധ സൈനിക ഗ്രൂപ്പിൽ നിന്നുള്ള 2 യമൻ രക്ഷാപ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈജിപ്ത് ഉടമസ്ഥതയിലുള്ള തിഹാമ എന്ന കപ്പലിന് നേരെയാണ് ചെങ്കടലിൽ ആക്രമണമുണ്ടായത്. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹൂതികൾ കപ്പൽ ഗതാഗതത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളിലെ ആദ്യത്തെ മരണങ്ങളാണ് ഇത്. എന്നാൽ ബാബൽ മന്ദേബ് കടലിടുക്കിൽ സൈനിക ഉപകരണങ്ങളുമായി സഞ്ചരിച്ച സൗദി കപ്പലിനെയാണ് ആക്രമിച്ചത് എന്നാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സബ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ സൗദി അറേബ്യയുടെ പ്രതികരണം വന്നിട്ടില്ല. കടലിലെ യുദ്ധം തുടരുമ്പോഴും കരയിൽ ഒരു അസ്വസ്ഥമായ ശാന്തതയാണ്. കരയിലെ യുദ്ധം പുനരാരംഭിക്കുമോ എന്ന ആശങ്കയുണ്ട്. അമേരിക്ക ഇറാൻ യുദ്ധം അടുത്തെങ്ങാനും അവസാനിക്കുമോ എന്ന പ്രതീക്ഷയോടെ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയുമാണ്. സമാധാന ചർച്ചകൾ നടക്കുമെന്നും ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറുപടിയായി ഇറാനിലെ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നതടക്കം ഇറാൻ ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഇതോടെ കളം മാറ്റി കളിക്കുകയാണ് ട്രംപ്. ഇറാൻ തങ്ങളോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടുമ്പോൾ ഇത്രയും കാലം ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാനിൽ നിന്ന് താനും നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട രസകരമായ ആശയമാണ് എന്നും ഇറാൻ പിന്തുണയ്ക്കുന്നതോ ചെയ്യുന്നതോ ആയ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കഴിഞ്ഞ ദിവസം കുറിച്ചത്. ഭാവിയിൽ ഇറാനുമായി നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ഇതൊരു ആവശ്യമോ നിർദ്ദേശമോ ആയി ഉൾപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ട്രംപ് പ്രസിഡന്റായിരിക്കുന്നിടത്തോളം ഇനി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. ഇറാൻ മൂലമുണ്ടായ 50 വർഷത്തെ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ലെബനനിലും സിറിയയിലും യമനിലും ഗാസയിലും ജനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്കും മരണത്തിനും ഇറാൻ ഉത്തരവാദിയാണ് എന്ന വിചിത്രമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകൾ എങ്ങുമെത്താതിരിക്കാൻ ട്രംപ് സ്വീകരിക്കുന്ന സമാധാനത്തിന് കത്തിവെക്കുന്ന നിലപാടായും ഇതിനെ സംശയിക്കേണ്ടി വരും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾക്കും മരണങ്ങൾക്കും ഇറാൻ ഉത്തരവാദിയാണ് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതുകൊണ്ട് മേഖലയിലെ US സേനകൾക്കിടയിലെ മരണങ്ങൾക്കും ഇറാനിലെ സിവിലിയൻ പ്രതിഷേധക്കാർക്കിടയിലെ മരണങ്ങൾക്കും ഇറാൻ നൽകുന്ന നഷ്ടപരിഹാര തുക പരിരക്ഷ നൽകുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. 50 വർഷത്തിനിടെ ലക്ഷക്കണക്കിന് മരണങ്ങൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം ഉത്തരവാദി ഇറാനാണ്. കഴിഞ്ഞ 5 മാസത്തെ യുദ്ധത്തിനിടെ ഇറാനിൽ കൊല്ലപ്പെട്ട 52,000 ആളുകളുടെ മരണത്തിനും അതിനും മുൻപ് നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ മരിച്ച 3117 പേരുടെ മരണത്തിനും ഉത്തരവാദി ഇറാനാണ്. എല്ലാ മനുഷ്യർക്കുമായി ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്നാണ് താൻ ആവശ്യപ്പെടുന്നത് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ ഒത്തുതീർപ്പിന് ഇറാന് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ഉയരുമ്പോൾ തന്നെയാണ് ട്രംപും എതിർ ആവശ്യം ഉന്നയിക്കുന്നത്. ഇത് നയതന്ത്ര ചർച്ചകളുടെ ഭാഷ കൂടുതൽ കഠിനമാക്കും. കാരണം യുദ്ധം അവസാനിക്കണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം നൽകാതെ ഹോർമൂസ് തുറക്കുന്ന പ്രശ്നമില്ല എന്ന് ഇറാനും കടുത്ത നിലപാടെടുത്തിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇറാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ
പതിറ്റാണ്ടുകളുടെ സംഘർഷത്തിന് താനും അവരോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്ന് ട്രംപ് പറയുന്നത്. ഇത് നയതന്ത്ര ചർച്ചകളുടെ ഏതൊരു നീക്കത്തെയും സങ്കീർണമാക്കാൻ മാത്രമേ ഉപകരിക്കൂ. ട്രംപിന്റെ ഈയൊരു ആവശ്യത്തോട് ഒരിക്കലും ഇറാൻ അനുഭാവപൂർവ്വം പ്രതികരിക്കാനിടയില്ല. അങ്ങനെ വരുമ്പോൾ അത് ചർച്ചകൾക്ക് വിലങ്ങുതടിയാകും. യുദ്ധത്തിൽ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് വലിയൊരു സമ്മർദ്ദ ബിന്ദുവായി തന്നെ തുടരുകയാണ്. കടലിടുക്ക് തുറന്നിട്ടുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇതുവഴിയുള്ള വാണിജ്യ ചരക്ക് ഗതാഗതം ഇപ്പോഴും കീറാമുട്ടിയായി തുടരുകയാണ്. ഇറാന്റെ നിബന്ധനകൾ US അംഗീകരിക്കുന്നതുവരെ ഹോർമൂസ് അടഞ്ഞു കിടക്കുമെന്നാണ് ഇറാനിയൻ സേന ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത്. ഇതോടെ യുദ്ധം അടുത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന സൂചനയാണ് ട്രംപിന്റെയും ഇറാന്റെയും വാക്പോര് സൂചിപ്പിക്കുന്നത്. ഇറാനാകട്ടെ കടുത്ത നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യം ഇന്നലെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. യുദ്ധം അവസാനിക്കുന്ന വിഷയത്തിൽ ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാൻ കുറെ കൂടി കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇനിയൊരു ചർച്ചയ്ക്കും ഇല്ല എന്നാണ് അവരുടെ കടുത്ത നിലപാട്. 2029 ജനുവരി 29 വരെ ട്രംപിന് പ്രസിഡന്റ് കസേരയിൽ കാലാവധി ബാക്കിയുണ്ട്. അതുവരെ ഇറാന്റെ നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് ഇറാനിയൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫിന്റെ ശക്തമായ പ്രതികരണം. ട്രംപ് പോയി അടുത്ത പ്രസിഡന്റ് വരട്ടെ, എന്നിട്ടാലോചിക്കാം ചർച്ച എന്നാണ് ഗാലിബാഫ് സ്വീകരിച്ച നിലപാട്. US-ഉമായി നേരിട്ട് ചർച്ച നടക്കുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും വ്യക്തമാക്കുന്നു. യുദ്ധം തോൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഉപരോധ ബാധ കയറുമെന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായിയും പരിഹസിച്ചു. ഇതിനെല്ലാം പുറമെയാണ് സൈന്യത്തെ ആകെ ഉടച്ചു വാർത്ത് മുജ്തബ ഖമനെയും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കടുത്ത നിലപാട് പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിരോധ സെക്രട്ടറിയെ മാറ്റിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനെയി സൈന്യത്തിന്റെ തലപ്പത്തും വൻ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും നിർണായക നീക്കമാണ് ഇത്. അഴിച്ചുപണി പ്രകാരം മേജർ ജനറൽ പൈലറ്റ് അലി അബ്ദുല്ലാഹിയാണ് IRGCയുടെ പുതിയ ചീഫ് ഓഫ് സ്റ്റാഫ്. ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദി പുതിയ കമാൻഡർ ഇൻ ചീഫാണ്. ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ ഖറായി അഷ്തിയാനിയാണ് പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ്. കമാൻഡറായി മേജർ ജനറൽ മുഹമ്മദ് പക്പൂറും നിയമിതനാകും. അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രാധാന്യമേറ്റുന്നത്. ഇറാൻ ഒരേ സമയം കടുത്ത സാമ്പത്തിക സമ്മർദ്ദവും തുടർച്ചയായ സമുദ്ര ഏറ്റുമുട്ടലും നയതന്ത്ര ചർച്ചകളിലെ തടസ്സവും നേരിടുന്നുണ്ട്. അതിന് പുറമെയാണ് ഇറാന്റെ സൈനിക നേതൃത്വത്തിലേക്ക് പുതിയ വ്യക്തിത്വങ്ങൾ കടന്നുവരുന്നത്. ഇത് ഇറാന്റെ ആഭ്യന്തര ഭരണകാര്യത്തിൽ സൈനിക നേതൃത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് ആക്കം പകരുന്നതാണ്. ഇതാണ് പുതിയ സംഭവ വികാസങ്ങളെ പ്രാധാന്യമുള്ളതാക്കുന്നത്. ഇറാൻ US-ൽ നിന്നും ട്രംപ് ഇറാനിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു എന്നത് ഇറാനെ ഇളവുകൾക്ക് നിർബന്ധിക്കാൻ US കരുതുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. US-നെ ചർച്ചകളിലേക്ക് എത്തിക്കാനാണ് ഇറാൻ ഹോർമൂസ് ആയുധമാക്കുന്നത്. അതോടൊപ്പം ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവിന് ചുറ്റും സൈന്യത്തെ ശക്തമാക്കുകയും പരിചയസമ്പന്നരായ സൈനിക കമാൻഡർമാരെ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുകയും ചെയ്യുന്നു എന്നത് പുതിയ തിരിച്ചടികൾക്ക് ഇറാൻ തയ്യാറെടുക്കുകയാണോ എന്ന സംശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റൊരർത്ഥത്തിൽ സംഘർഷഭൂമിക ശാന്തമാണ് എങ്കിലും വിലപേശൽ രാഷ്ട്രീയം കടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ പുതിയ നീക്കങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇതിനിടയിലും സമാധാന ശ്രമങ്ങൾ തുടരുന്നുമുണ്ട്. പാകിസ്ഥാൻ നേതാക്കൾ ഇറാനിലെത്തി ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. പാക് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ സന്ദർശിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കായി ഇറാൻ സംഘം വൈകാതെ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ നേതാക്കളെ പാക് നേതൃത്വം ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ക്ഷണം സ്വീകരിക്കണമോ എന്നതിൽ ഉചിതമായ സമയം നോക്കി തീരുമാനമെടുക്കുമെന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയത്. ഇറാനെ സാമ്പത്തികമായി തകർക്കുന്നതിനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത് എന്ന് ട്രംപ് പറഞ്ഞ പശ്ചാത്തലത്തിൽ ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്.